ഹായ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്രോ ആപ്പിലൂടെയാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് മൂലം കഴിഞ്ഞ മാസം 1500 രൂപയാണ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഫൈൻ ലഭിച്ചത്. ഇവിടെ എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നും ഇത്തരം മിസ്റ്റേക്ക് ഭാവിയിൽ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ രാജേഷ്, ലീഡ് ഇൻ ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റായി വാങ്ങിക്കാം എന്ന് മാത്രമല്ല, മികച്ച കസ്റ്റമർ കെയർ സപ്പോർട്ട്, മികച്ച ഫണ്ടുകൾ ഈസിയായി കണ്ടുപിടിക്കാം എന്നിങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ഗ്രോ ആപ്പിനുണ്ട്. മുൻപ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നാണോ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡേറ്റ്, ആ ഡേറ്റിൽ ഗ്രോയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മാനുവലായി ചെയ്യണം എന്ന് മാത്രമല്ല, ചില മാസങ്ങളിൽ നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ പണം നമ്മൾ അതിനുവേണ്ടി ചിലവാക്കും. അപ്പോൾ ആ മാസം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയുമില്ല. അപ്പോൾ ആ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡിഫോൾട്ട് ആകും. ഇതിനൊരു സൊല്യൂഷനായി ഞാൻ ഓട്ടോ മാൻഡേറ്റ് അപ്ഡേറ്റ് ചെയ്തു. അതായത് നമ്മുടെ SIP ഡേറ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഗ്രോയുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പെർമിഷൻ അത് ഞാൻ നൽകി. ഇങ്ങനെ ചെയ്യുമ്പോൾ SIP ഓട്ടോമാറ്റിക്കായി അടഞ്ഞു പോകും എന്ന് മാത്രമല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് മാൻഡേറ്റ് കൊടുക്കുന്നത് തന്നെയാണ് മികച്ച രീതി. എന്നാൽ ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് മാൻഡേറ്റ് നൽകിയത് മൂലം 1500 രൂപയാണ് എനിക്ക് കഴിഞ്ഞ മാസം ഫൈൻ ലഭിച്ചത്. എനിക്ക് ഫൈൻ ലഭിക്കാനുള്ള കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തത് തന്നെയായിരുന്നു. ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എങ്കിൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഫൈൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഗ്രോയുടെ ബാലൻസിൽ 4000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ കരുതിയത് മ്യൂച്വൽ ഫണ്ട് ഡേറ്റിൽ ഗ്രോയുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ക്യാഷ് എടുക്കും, ബാങ്കിൽ നിന്ന് എടുക്കില്ല എന്നതായിരുന്നു. എന്നാൽ ഇവിടെ ഗ്രോ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ബാങ്കിൽ ക്യാഷ് ഉണ്ടോ എന്ന് നോക്കും. ബാങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഗ്രോയുടെ ബാലൻസിൽ നിന്ന് ക്യാഷ് എടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന രീതി. എനിക്ക് 2000 രൂപയുടെ 2 SIP ആണ് ഉണ്ടായിരുന്നത്. 4000 ഗ്രോയുടെ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രോയുടെ ബാലൻസിൽ നിന്ന് ആദ്യം എടുക്കും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇവർ ആദ്യം ബാങ്കിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ ഈ 2 മ്യൂച്വൽ ഫണ്ട് ബൗൺസ് ആയതിൻ്റെ 300 × 2 600 രൂപ ബാങ്ക് ഫൈൻ എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഇത് തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ഓട്ടോമാറ്റിക് മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഗ്രോയുടെ ബാലൻസിൽ എമൗണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ക്യാഷ് വേണ്ടത്. ഇനി ഇത്തരം ഒരു സാഹചര്യം നമുക്ക് വന്നാൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്ക് 4 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എമൗണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 2000 രൂപയാണ് നിങ്ങളുടെ SIP എമൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് 1000-ലേക്കോ 500-ലേക്കോ താഴ്ത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ SIP ഡ്യൂ ആ എമൗണ്ട് മാത്രമേ പോവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് SIP എമൗണ്ടിൻ്റെ ഡേറ്റ് ആണ് മാറ്റേണ്ടതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഈ മ്യൂച്വൽ ഫണ്ട് 10-ാം തീയതിയാണ്. ഇതേ ഫണ്ട് 20-ാം തീയതി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് അവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 10-20 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കയ്യിൽ പണം ഇല്ല എങ്കിൽ ആ ഒരു SIP മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ആ മാസത്തെ SIP നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനടുത്ത മാസം SIP പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ആവുകയും ചെയ്യും. ഇനി 4-ാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ആ മാസം മാത്രമല്ല കുറച്ച് മാസങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെങ്കിൽ നമുക്ക് SIP ക്യാൻസൽ ചെയ്യാനും സാധിക്കും. ഇങ്ങനെ 4 തരത്തിൽ ഇത്തരം പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് SIP എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് SIP സ്കിപ്പ് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെ SIP ക്യാൻസൽ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്കാദ്യം ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് എന്നിങ്ങനെ 2 ഓപ്ഷൻ കാണാം. അതിൽ മ്യൂച്വൽ ഫണ്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ എക്സ്പ്ലോർ ഡാഷ്ബോർഡ് എന്നിങ്ങനെ 2 ഓപ്ഷൻ കാണാം. അതിൽ ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ കാണാം. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട SIPയുടെ എമൗണ്ടിന് അടുത്തായി ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. തൊട്ടു താഴെ എഡിറ്റ് SIP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എമൗണ്ടും ഡേറ്റും എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെ സ്കിപ്പ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും കാണാം. നമ്മൾ ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ SIP എമൗണ്ട് എത്രയാണോ അതവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര രൂപയാണ് അടയ്ക്കാൻ താല്പര്യമെങ്കിൽ ആ എമൗണ്ട് അവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഡേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അടിയിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ SIP റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്കിപ്പ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു SIP ഡ്യൂ സ്കിപ്പ് ചെയ്യാനും സാധിക്കും. ഇനി എങ്ങനെയാണ് SIP ക്യാൻസൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട SIP സെലക്ട് ചെയ്യുക. താഴെ എഡിറ്റ് SIP എന്നുള്ള ഡീറ്റെയിൽ കാണാം. നമ്മൾ അതല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. വലതുവശത്ത് മുകളിലായി ക്യാൻസൽ SIP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ SIP ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് SIP എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, SIP ഡേറ്റിൻ്റെ 2 ദിവസം മുൻപെങ്കിലും നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം ഓർക്കേണ്ടത്, എല്ലാ SIPയും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുമാണ്.
ഇവിടെയാണ് എനിക്ക് പറ്റിയ രണ്ടാമത്തെ മിസ്റ്റേക്ക്. 2 SIP ഞാൻ സ്കിപ്പ് ചെയ്തു. പക്ഷേ ആ പ്രോസസ്സ് ഗ്രോ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബാങ്കിൽ നിന്ന് ഓട്ടോ മാൻഡേറ്റ് ആയി റിക്വസ്റ്റ് വരികയും വീണ്ടും 600 രൂപ ഫൈൻ വരികയും ചെയ്തു. ഒരു SIP സ്കിപ്പ് ചെയ്യാനും സാധിച്ചില്ല. അങ്ങനെ 5 SIPക്കും കൂടി 5 × 300 1500 രൂപ എനിക്ക് ഫൈൻ വരികയാണ് ഉണ്ടായത്. നമ്മൾ സമ്പത്ത് വളർത്താൻ വേണ്ടിയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് അപഹരിക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം അബദ്ധങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. പല സാഹചര്യങ്ങളിലും നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഓട്ടോ മാൻഡേറ്റ് ഫോം നിങ്ങൾ ഗ്രോയിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞ രീതികളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫൈനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവാണ് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.